ഒരു ദിവസം കുറൂരമ്മ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുക്കള വാതിലിനു മുന്നിൽ ഒരു കുഞ്ഞു വന്നു നിൽക്കുന്നു. വിശക്കുന്നു എന്ന് കുഞ്ഞു പറഞ്ഞപ്പോൾ ദയയും സ്നേഹവും നിറഞ്ഞ കുറൂരമ്മ ഉടൻ പാൽ കാച്ചി കുഞ്ഞിനു കൊടുത്തു. പാൽ കുടിച്ച ശേഷം ആ കുഞ്ഞു കുറൂരമ്മയോടൊപ്പം കളിച്ച് സമയം ചിലവഴിച്ചു. സ്വന്തം മകനെപ്പോലെ കുറൂരമ്മ ആ കുട്ടിയെ സ്നേഹിച്ചു. എന്നാൽ അത് ഉണ്ണിക്കണ്ണനാണെന്ന് അവർക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. അതിനുശേഷം പല ദിവസങ്ങളിലും അവൻ വീട്ടിലെത്തി. ഒരു ദിവസം കുറൂരമ്മയുടെ വീട്ടിൽ ഒരു ബ്രാഹ്മണൻ ഭിക്ഷ ചോദിക്കാനെത്തി. അദ്ദേഹം പ്രശസ്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയായിരുന്നു എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. നാരായണീയം എഴുതാനുള്ള ദൈവാനുഗ്രഹം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു അദ്ദേഹം ഭിക്ഷയെടുക്കുന്നത്. കുറൂരമ്മ അകത്തുനിന്നും ഭിക്ഷ കൊണ്ടുവരാൻ പോയപ്പോൾ മേൽപ്പത്തൂരിന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥം കാണാനില്ലെന്ന് പറഞ്ഞ് കുട്ടി കരയാൻ തുടങ്ങി. മേൽപ്പത്തൂർ പറഞ്ഞു, ഞാൻ ഗ്രന്ഥം മേശപ്പുറത്ത് വെച്ചതാണ്. പക്ഷേ കുഞ്ഞ് അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചില്ല. കുറൂരമ്മ മടങ്ങി വന്നപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് അവർ ആശങ്കപ്പെട്ടു. കുട്ടി പറഞ്ഞത് കേട്ട് കുറൂരമ്മ മേൽപ്പത്തൂരിനോട്, നിങ്ങൾ ഗ്രന്ഥം ഒളിപ്പിച്ചു വച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ മേൽപ്പത്തൂരിന് അത്ഭുതം തോന്നി. അദ്ദേഹം മനസ്സിലാക്കി, ഈ കുഞ്ഞ് ഒരു സാധാരണ കുട്ടിയല്ല, കൃഷ്ണഭഗവാനായ ഉണ്ണിക്കണ്ണനാണെന്ന്. ഇതുവരെ ഭഗവാനെ ദർശിക്കാനായി ആഗ്രഹിച്ചതിന്റെ സാക്ഷാത്കാരമാണ് തനിക്ക് ലഭിച്ചത്. ഈ ഭാഗ്യം തനിക്ക് സിദ്ധിച്ചത് കുറൂരമ്മയുടെ ഭക്തി കൊണ്ടാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ കഥകൾ ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയുടെയും നിഷ്കളങ്കമായ സ്നേഹത്തിന്റെയും മഹത്വം നമ്മിലേക്ക് പ്രതിഫലിക്കുന്നു. കുറൂരമ്മയുടെ അനുഭവം അതിന്റെ ഉജ്ജ്വലമായ ഉദാഹരണമാണ്.